കളമശ്ശേരി മെത്ത നിർമ്മാണ കമ്പനിയിൽ വൻ തീപിടുത്തത്തിൽ 110 kV വൈദ്യുതി ലൈൻ പൊട്ടിവീണു. ആളപായമില്ല. ജനവാസ മേഖലയിലാണ് തീപിടുത്തമുണ്ടായത്. നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി അതിവേഗം തീ നിയന്ത്രണ വിധേയമാക്കി. കളമശ്ശേരി ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ പിൻവശത്തുള്ള കിടക്ക കമ്പനിയുടെ ഗോഡൌണിനാണ് തീപിടിച്ചത്. വലിയ ശബ്ദത്തോടെയാണ് തീപിടുത്തമുണ്ടായതും തീ ആളിപ്പടർന്നതും. വലിയ തോതിൽ തീ ഉയർന്നതോടെ പരിസരമാകെ പുകയിൽ മൂടി. സമീപത്തെ കെട്ടിടങ്ങളിലേക്കും തീ പടർന്നു. ഫയർഫോഴ്സും പോലീസും എത്തിയാണ് ഇവിടത്തെ താമസക്കാരെ രക്ഷിച്ചത്. ഇപ്പോൾ പോലീസുകാരൻ്റെ ഒരു ബാഗ് എടുത്തു വന്നതിന് ഷർട്ട് കിട്ടി. ബാക്കിയുള്ള അകത്തുനിന്ന് ഡ്രസ്സ് സാധനങ്ങളൊക്കെ ഫുള്ള് നശിച്ചെന്ന് തോന്നുന്നു. വെള്ളം അടിച്ച് ഫുള്ള് പോയി. ഞാൻ ഇവിടെ താമസിക്കുകയാണ്. ഇവിടുത്തെ ജോലിക്കാരനല്ല, ഞാൻ പുറത്ത് സ്മാർട്ട് സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. വാടക കൊടുത്തിരിക്കുകയാണ്. പിന്നെ അതിനുശേഷമാണ് ഫയർഫോഴ്സൊക്കെ വന്ന് തീ അണച്ചത്. ഏലൂർ, തൃക്കാക്കര, അങ്കമാലി, ആലുവ തുടങ്ങി 6 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത്. ഈ ഭാഗത്തുനിന്ന് നമ്മളെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധിയുടെയും സഹകരണം എല്ലാം ഉണ്ടായി. ഏതായാലും നമുക്ക് അവിടെ ഒരു മിനറൽ വാട്ടർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുണ്ട്. അതുകൂടാതെ ചുറ്റും വീടുകളുണ്ട്. അവരെല്ലാം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഫയർ സർവീസിൻ്റെ വർക്കിലൂടെ സഹായിച്ചു. പിന്നെ ഇതുകൂടാണ്ട് അന്താരാഷ്ട്ര വനിതാ ദിനം പ്രമാണിച്ച് നമ്മളുടെ പമ്പ് ഓപ്പറേഷനായിട്ട് നമ്മുടെ ജെൻസിയാണിത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ എല്ലാ വീടുകൾക്ക് ചെറിയ കേടുപാടുകളുണ്ടായി. നിങ്ങൾക്ക് കാണാം അവിടെ AC ഒക്കെ കേടുപാടുണ്ടായി. എന്നാലും നമുക്ക് വലിയൊരു ദുരന്തത്തിൽ നിന്നും കൊച്ചിയിലെ നിവാസികളെ രക്ഷിക്കാൻ പറ്റി എന്നുള്ള ഒരു ചാരിത്രത്തോടെയാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. തീപിടുത്തം നടന്ന കെട്ടിടത്തിന് സമീപം ജനവാസ മേഖല കൂടിയാണ്. തീപിടുത്തത്തിൽ സമീപത്തുള്ള വൈദ്യുതി ലൈൻ പൊട്ടി വീണു. ഗോഡൌണിലുണ്ടായിരുന്ന വാഹനങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. വൻ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ജനവാസ മേഖലയിലുണ്ടായ തീപിടുത്തം തീ പൂർണ്ണമായും അണയ്ക്കുന്നതുവരെ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. ഒപ്പം തന്നെ വൈദ്യുതി ലൈനുകളും പൊട്ടി വീണിരുന്നു. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.